ഒരത്ഭുതമായി, ആശ്വാസ കിരണമായി, ഇന്ത്യയുടെ മുറിവുണക്കുന്ന എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ ഒരു ഒറ്റമൂലി പോലെ അത്ഭുതപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി. കലാപം തുടങ്ങിയതിനു ശേഷമുള്ള തന്റെ മൂന്നാമത്തെ മണിപ്പൂർ സന്ദർശനവും രാഹുൽ ഗാന്ധി പൂർത്തിയാക്കിയിരിക്കുന്നു. മണിപ്പൂർ സന്ദർശനത്തിന് തൊട്ടു മുൻപ് രാഹുൽ ഗാന്ധി പോയതാവട്ടെ അസാമില് ഇപ്പോഴുണ്ടായ പ്രളയത്തിൽപ്പെട്ടവർക്ക് ആശ്വാസവുമായിട്ടാണ്. അസമിൽ വലിയ പ്രളയം നടന്ന് ജനങ്ങളിൽ വലിയ വിഭാഗം ദുരിതാശ്വാസ ക്യാമ്പിലടക്കം പെട്ടിരിക്കുകയാണ്. പൊതുവെ ഇന്ത്യയിൽ മോദി സർക്കാരിന് കീഴിൽ വലിയ അവഗണന നേരിടുന്ന മേഖലയാണ് മണിപ്പൂരും അസമും ഉൾക്കൊള്ളുന്ന വടക്ക് കിഴക്കൻ മേഖലകൾ. അവിടേക്ക് പരിഗണനയുടെയും ചേർത്തുപിടിക്കലിന്റെയും കരുതലുമായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനത്തിന് ശേഷം രാഹുൽ എക്സിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ അസമിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. പാർലമെന്റിൽ അവരുടെ സൈനികനായി പ്രവർത്തിക്കും. സംസ്ഥാനത്തിനു വേണ്ടി സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും എത്രയും വേഗം എത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. അസമിന് പുനരധിവാസവും നഷ്ടപരിഹാരവും ആശ്വാസവും സാധ്യമാക്കുന്ന ഹ്രസ്വകാല പദ്ധതികളും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായി വടക്ക് കിഴക്കൻ വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയും ആവശ്യമാണ്. വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടമായ 8 വയസ്സുകാരൻ അവിനാശിന്റേതടക്കം ഹൃദയഭേദകമായ സംഭവങ്ങളാണ് അസമിൽ നടക്കുന്നത്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിക്കുന്നു. ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരികൾ. അസമിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം സമയം ചെലവഴിച്ച രാഹുൽ അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റ ശേഷമുള്ള രാഹുലിന്റെ ആദ്യ വടക്ക് കിഴക്കൻ സന്ദർശനമാണിത്. അതുപോലെ കലാപം ആരംഭിച്ച ശേഷം 3ാം തവണ രാഹുൽ നടത്തിയ മണിപ്പൂർ സന്ദർശനവും ഇന്നായിരുന്നു. രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ച വേളയിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മോദിയെ കടന്നാക്രമിച്ച് പരിഹസിച്ചു. എക്സിൽ ജയറാം രമേശ് പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അസമിലേക്കും മണിപ്പൂരിലേക്കും പോകുമ്പോൾ ഇന്ത്യയുടെ നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി മോസ്കോയിലേക്ക് പോകുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തിവച്ചതായി അവകാശപ്പെട്ടിരുന്ന നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രിയുടെ വക്താക്കൾ ഈ മോസ്കോ യാത്രയിൽ കൂടുതൽ വിചിത്രമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ജയറാം രമേശിന്റെ ഈ പരിഹാസവാചകങ്ങൾ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു. എന്തായാലും മോദി രാജ്യം കറങ്ങി സമയം ചെലവഴിക്കുമ്പോൾ ഇന്ത്യയുടെ മുറിവുണക്കാനുള്ള ആശ്വാസവുമായി രാഹുൽ ഈ രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് കൂടി സഞ്ചരിക്കുന്നത് ഈ മണ്ണിന്റെ മക്കൾക്ക് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല. രാഹുലിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തെ സേവിക്കാനാവുന്ന ഒരു നല്ല പ്രധാനമന്ത്രിയായി ആ മനുഷ്യനെ കാണാൻ സാധിക്കട്ടെ എന്ന് ഓരോ സ്വാഭിമാനിയായ ഇന്ത്യക്കാരനും ആശ്വസിക്കാനുണ്ട്.